സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ബഹുമാനപുരുഷരും നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുകയും ഞങ്ങളുടെ ടീമിനെ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നാം പരിശോധിച്ചും പഠിച്ചും ഗ്രഹിച്ചും വരുന്നതായ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അത് യേശു തൻ്റെ സഭയെ ചേർത്ത ശേഷം, അഥവാ സഭ ഇവിടെ ഇല്ലാതാകുമ്പോൾ ഉള്ള സമയത്ത് നടക്കുന്നതായ ലോകത്തിൻ്റെ സ്ഥിതി, ഗതി, നില. ഇത് നിങ്ങളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നിന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മുമ്പേ പറഞ്ഞ സാക്ഷി ഒരു വാക്കിൽ ഒന്നുകൂടി പറയുന്നു. 25 വർഷത്തിലധികം ഇതിനെക്കുറിച്ച് 2 ചിന്തകൾ കേട്ടിട്ട് പ്രാർത്ഥിച്ച് പരിശോധിച്ച് പഠിച്ച് ഒരു ഏകീകരണത്തിന് വേണ്ടിയുള്ള തീവ്രയജ്ഞ പരിപാടിയിൽ, പ്രോഗ്രാമിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ചുമതല നിവർത്തിക്കുന്നതാണ്. അത് ദൈവം സത്യമാണെന്ന് ദൈവം മാത്രം അറിയുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. സജി, വയനാട്. ആ സഹോദരനെ കർത്താവിൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ വയനാട്ടിലെ പ്രിയ സജി കുടുംബം ഇത്രത്തോളം ഈ കാര്യത്തിൽ സഹിഷ്ണുതയോടെ സഹകരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അവരുടെ അങ്ങയുടെ വേലയെ അവർ ഈ വിധത്തിൽ സഹകരിക്കുന്നല്ലോ, സ്തോത്രം. അവിടെ എല്ലാ വിഷയങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും പ്രാർത്ഥനയുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും അയച്ച് അവർക്ക് മറുപടി കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകളിൽ അവരെ ഭരമേൽപ്പിക്കുന്നു, കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അടുത്ത വാക്യം. മർമ്മം, മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. 18:1-2. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അടുത്ത 17:5 വായിച്ചോ. 14:8. രണ്ടാമതും വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മഹതിയാം ബാബിലോൺ വീണുപോയി. അധ്യായം 14:8, അധ്യായം 17:5, അധ്യായം 18:2. ഈ 3 വേദഭാഗത്തും 3 ദൂതന്മാർ ഒരേ വിഷയം പല സമയങ്ങളിലായിട്ട് പറഞ്ഞു. മഹതിയാം ബാബിലോൺ എന്ന ഈ വിഷയത്തിൻ്റെ ചുരുളഴിച്ച് പൊരുൾ പറയണമെങ്കിൽ ഏറെ ദിവസങ്ങൾ വേണ്ടിവരും. അത്രയും അതിന് മുതിരാതെ
പ്രസക്തമായ കാര്യം പറയുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലെ എൻ്റെ മനസ്സിൻ്റെ താല്പര്യം. വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ മർമ്മം ബാബിലോൺ എന്നും അക്ഷയ ബാബിലോൺ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർമ്മം ബാബിലോൺ രഹസ്യം, അക്ഷരീയ ബാബിലോൺ പരസ്യം. അക്ഷരീയ ബാബിലോണാണ് 18-ാം അധ്യായത്തിൽ സവിസ്തരമായി വിശദീകരിക്കുന്നത്. 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ മർമ്മം ബാബിലോൺ. അപ്പോൾ ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് പഠിച്ചെടുത്ത് അതിൻ്റെ ക്രീം, അതിൻ്റെ സത്ത്, അതിൻ്റെ ഫാക്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം. ബാബേൽ എന്ന വാക്ക്, ആ പദം 260 പ്രാവശ്യം വിശുദ്ധ ബൈബിളിലുണ്ട് എന്ന് വേദശാസ്ത്രികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രാജ്യത്തെക്കുറിച്ച് ഇഴകീറി പരിശോധിച്ച് ടി വിയിൽ പരാമർശിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. അത് നമുക്ക് ആത്മീയ വർധനയ്ക്ക് ഉതകുന്നില്ല. ഇപ്പോൾ ഈ രാജ്യം എവിടെ എന്ന അന്വേഷണത്തിൽ ഇറാഖ് ആണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. BC കാലയളവിലെ രാജ്യമാണ് ഈ പറഞ്ഞ ബാബേൽ എന്ന രാജ്യം. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആ പുസ്തകം മുഴുവനുമായിട്ടും ഇതിനകത്ത് ഒത്തിരി പരാമർശനങ്ങളുണ്ട്. എന്താണ് ബാബേലിനെ മാത്രം ഇങ്ങനെ എടുത്തുദ്ധരിക്കുന്നതിൻ്റെ കാര്യം? ഞാനല്ല, ദൈവം ഉദ്ധരിക്കുന്നതിൻ്റെ കാര്യം. ഏറ്റവും കൂടുതൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ പീഡിപ്പിച്ച ഒരു രാജ്യമാണ്, വിഷയിപ്പിച്ച രാജ്യമാണ്, അനേകരെ കൊന്നൊടുക്കിയ രാജ്യമാണ്. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം വായിക്കുമ്പോൾ ബാബേലിലെ രാജാവ് വന്നിട്ട് ഇസ്രായേലിനെ ചെയ്ത കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നുള്ളി കയറുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചതുകൊണ്ട് അതൊക്കെ അവിടെ വിടുകയാണ്. ശൃംഗങ്ങളുടെ ഗുഹയിലിട്ടു, തീച്ചൂളയിലിട്ടു, ബിംബാരാധനയ്ക്ക് നിർബന്ധിച്ചു, പ്രേരിപ്പിച്ചു. ഇങ്ങനെ അവരുടെ അതികഠിനമായ ക്രൂരമായ മ്ലേച്ഛതകളെ, പാപങ്ങളെ ഓരോന്ന് പെറുക്കിയെടുത്ത് പറഞ്ഞതുകൊണ്ട് ഒരു ചരിത്ര വസ്തുത മാത്രമായി പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. എന്നാൽ മഹദിയാം ബാബിലോൺ വീണുപോയി. അത് വീണുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 18-ാം അധ്യായം 21-ാം വാക്യത്തിലാന്ന് തോന്നുന്നുണ്ട്. ഒന്ന് നോക്കാം. പിന്നെ ശക്തനായൊരു ദൂതൻ തിരിക്കല്ലോളം വലുതായ ഒരു കല്ല് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇത്രയേ ഉള്ളൂ ബാബിലോൺ. ലോകത്ത് അന്ന് നിലവിലുള്ള സകല രാജ്യങ്ങളെക്കാൾ, സംസ്ഥാനങ്ങളെക്കാൾ, അതോ പട്ടണങ്ങളെക്കാൾ വലുതായ ഒരു ദേശമായിരുന്നു ബാബിലോൺ. ഒരു കല്ല് പോലെ എടുത്ത് എറിഞ്ഞു കളയും. പാപത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചതാണ്. അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. മനുഷ്യൻ വഴിതെറ്റിക്കഴിഞ്ഞാൽ, അഥവാ ഭരണകൂടത്തെ ഭയമില്ലാതെ, നിയമജ്ഞന്മാരെ ഭയമില്ലാതെ, പോലീസിനെ, കോടതിയെ, ജയിലിനെ ഭയമില്ലാതെ 1 കൂട്ടണം +1 = 2 പ്ലസ്
ഒന്ന് ഇങ്ങനെ കൂടി 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 പോവുകയാണ്. അതാണ് ഈ ആകാശത്തോളം കുന്നിച്ചു നിൽക്കുന്നതൊക്കെ പറഞ്ഞത്. ഒരു ദൈവം അർഹിക്കാത്ത വിധത്തിൽ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തതാണ്. അത്രയും ഹീനമായ അറുകൊലകളൊക്കെ ചെയ്തതാണ്. ആൾക്കാർ ഇന്നും ഭൂമിയിലുണ്ട്. അവരുടെ വിചാരം ഈ ശിക്ഷാകാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നടപടി കാലം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന. അവർ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഇത്രയും ഭീകരമായ ന്യായവിധിയിലേക്ക് പോകുന്ന മറ്റൊരു വിഭാഗം പോലും കാണത്തില്ല. ബാബേലിനെ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബേലിനെ ഇങ്ങനെ എറിഞ്ഞു കളയും. അതാണ് 18:21 വായിച്ചത്. സ്തോത്രം. ഇത് അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കരുതെന്ന് എൻ്റെ താല്പര്യമല്ല. മുൻ ആഴ്ചകളിൽ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തവരോട് ഒന്നുകൂടി പറയുക. യേശുക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ കന്യകയിൽ കൂടെ ജനിച്ച് വളർന്ന് 30 വയസ്സായപ്പോൾ ശുശ്രൂഷ ഏറ്റെടുത്ത സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രസക്ത കാര്യം യെശയ്യാ 61 എഴുതിയിരിക്കുന്നത്, പ്രസാദ വർഷവും പ്രതികാര ദിവസവും അറിയിക്കണം, അതോ പ്രസിദ്ധമാക്കണം. 62 വായിച്ചേക്കാമോ? നേരത്തെ നമ്മൾ വായിച്ചത്, എന്നാലും 62 കേൾക്കുക. യേശു ലോകത്ത് വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. മനുഷ്യന്റെ അല്ല, പ്രസ്ഥാനത്തിന്റെ അല്ല, സംഘടനയുടെ അല്ല, രാഷ്ട്രങ്ങളുടെ അല്ല, ദൈവത്തിൻ്റെ പ്രതികാര ദിവസം, ദൈവത്തിൻ്റെ പ്രസാദ വർഷം. യേശുക്രിസ്തുവിൻ്റെ സഭ ഉടലെടുത്ത ദിവസം മുതൽ യഹൂദന്മാരുടെ പെരുന്നാളായിരുന്ന ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം യെരുശലേമിൽ ആരംഭിച്ചതായ ഈ സഭ ഭൂതലത്തിൽ നിന്ന് കർത്താവ് ഒന്ന് എടുക്കുന്ന ദിവസം വരെ പ്രസാദ വർഷം. അതിനുശേഷം പ്രതികാര ദിവസം. ഇത്രയും നീണ്ട കാലഘട്ടം ഈ പ്രതികാര ദിവസത്തിനില്ല. അത് 7 വർഷമേ ഉള്ളൂ. മറ്റത് ഇപ്പോൾ തന്നെ 2100 വർഷമാകാനായി. അത് ഇനിയും എത്ര സമയം മുന്നോട്ട് പോകുന്ന ഡേറ്റ് ആരും കൊടുത്തിട്ടുമില്ല. ആരെങ്കിലും ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ വരവിനെയും സഭയുടെ മാറ്റത്തെയും കുറിച്ച് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആമേൻ പറയണ്ട, അതുവരെ പറഞ്ഞു പോയിക്കോട്ടെ. ഡേറ്റ് ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പ്രസാദ വർഷത്തിൻ്റെ കാലം കഴിഞ്ഞു, പ്രതികാര ദിവസത്തിൻ്റെ കാലം വന്നു. അതാണ് പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നത്, ദൈവത്തിന് പകരം നൽകുന്നത് ദൈവത്തിൻ്റെ നീതിയല്ലോ. അപ്പോൾ ദൈവം പകരം ചെയ്യും. പൗലോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത്, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്ന് റോമാലേഖനം 12:19 യഹോവ ദൈവം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് ഉദ്ധരിക്കുകയാണ്. ഇതൊക്കെ ഇത്രയും ചിട്ടയായി ക്രമമായൊക്കെ പറയുമ്പോഴേ ആവേശമൊന്നുമില്ലെങ്കിൽ കാര്യം മനസ്സിലാക്കണം. ഒരമ്മച്ചി മനസ്സിലാക്കണം, ഒരപ്പച്ചൻ മനസ്സിലാക്കണം, ഒരു ബാലകൻ മനസ്സിലാക്കണം, ഒരു ബാലിക മനസ്സിലാക്കണം. ഇതൊക്കെ ഇവിടെ നടന്ന കാര്യവും നടക്കുന്ന കാര്യവും നടക്കാനുള്ള കാര്യവും, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഈ 3 കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥം ഭൂതലത്തിലുള്ളത് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളാണ്. ബൈബിളിനെ കുറിച്ച് വായിക്കുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും, യഹോവയുടെ പുസ്തകം വായിച്ച് നോക്കുകയും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ പ്രസാദ വർഷം കഴിഞ്ഞിട്ടുള്ള പ്രതികാര കാലത്തിൽ അയവില്ല. ധാരാളം സമയം കൊടുത്തില്ലേ, പക്ഷേ അവരാരും എന്ത് ചെയ്തില്ല. അതിനെ ശ്രദ്ധിക്കുകയോ വിധേയപ്പെടുകയോ ഒന്ന് പരിശോധിച്ച് നോക്കുകയോ ജീവിതത്തിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരുടെ പാവം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. ഇപ്പം ഞാനത് ഓർപ്പിച്ചു.
ആമോസ് 9:8 വായിച്ചു നോക്കി. യഹോവയായ കർത്താവിന്റെ ദൃഷ്ടി ആ പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ഓ, കർത്താവ് പ്രത്യേകമായി കാണുന്ന കണ്ണ്, നോക്കുന്ന ദേശം. ആ ഒറ്റ വാക്യത്തിൽ വ്യാഖ്യാനിക്കാൻ അനുവാദമുണ്ട്. ആ അനുവാദം പാപമുള്ള രാജ്യത്തിന്മേൽ ദൈവത്തിന് ദൃഷ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ദേശത്തിന്മേലിരിക്കുന്നു, പിന്നെയും വ്യാഖ്യാനിക്കുമ്പോൾ പഞ്ചായത്തിലിരിക്കുന്നു, വീടുകളിലിരിക്കുന്നു, വ്യക്തികളിലിരിക്കുന്നു. എന്തിരിക്കുന്നു? എവിടെ ദൃഷ്ടിയിരിക്കുന്നു? ദൈവത്തിൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പാപത്തിൻ്റെ ഭീകരതയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, പ്ലസ് 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 ആയിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ജയിലിൽ നിന്ന് ഇറങ്ങിയ ചിലർ പറഞ്ഞിരുന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയല്ലേ കാര്യമുള്ളത് മനസ്സിലായി. അവിടെ പോയി കിടന്നാൽ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഇപ്പം എന്നാ കുറ്റം ചെയ്താലും എത്രത്തോളം അതിന് ശിക്ഷണമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി വന്നതാണ്. സ്തോത്രം. അതാണ് ഈ പാവമുള്ള ജാതി, അല്ലെങ്കിൽ പാവമുള്ള ദേശം, പാവമുള്ള ഭവനം, പാവമുള്ള വ്യക്തി അറപ്പ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ തുടർന്നുകൊണ്ടേയിരിക്കും. മോഷ്ടാവ് അതുതന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ശിക്ഷണം കഴിഞ്ഞാലും അതുതന്നെ ചെയ്യും. അസന്മാർഗ്ഗതയുള്ളവർ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊന്നും ആമേൻ പറഞ്ഞ് വിമർശിച്ചോ അവരുടെ കൂടെ ആ നിലയിലൊക്കെ ഒത്തുകൂടി നടക്കുകയോ ചെയ്താൽ ആ കാറ്റ് ഈ ഒത്തുകൂടി നടക്കുന്നവരിലേക്ക് കൂടെ വരും. നമുക്ക് ആ ഭാഗം വിടാം. യഹോവയുടെ ദൃഷ്ടി പാവമുള്ള ദേശത്തിന്മേലിരിക്കുന്നു. പാപത്തിന് നേരെ ദൈവത്തിന് ദയാകടാക്ഷം ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് ബ്രദറെ പാവമില്ലാത്തവർ? ഈ പാപികളായവർ എന്താണ് ചെയ്യേണ്ടത് ബ്രദറെ? നിങ്ങൾ ആ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിലുദിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉത്തരം, അവർ രണ്ട് കാര്യം ചെയ്യണം. ഒരു കാര്യം, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് സമ്മതിക്കണം. മദ്യപാനത്തിന് അടിമയായാൽ, മറ്റു ചില ദുർമാർഗങ്ങൾക്ക് അടിമയായാൽ സമ്മതിക്കണം, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്, ഇത് ക്ഷമിച്ച് എനിക്കൊരു മോചനം തന്ന് സാന്മാർഗ്യമായ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ തുണയ്ക്കണം. അപ്പോൾ ഏറ്റുപറഞ്ഞ് ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ആകുമ്പോൾ ഏത് കൊടിയ പാപിക്കും രക്ഷപ്പെടാനുള്ള ചാൻസാണ് രക്ഷാകാലം. പൗലോസ് അത് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാസമയം. അപ്പോൾ ഇതൊരു ചാൻസുള്ള കാലമാണ്. ഇതെത്ര സമയം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അതാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഏത് കഠിന പാപിയെയും കൊടിയ പാപിയെയും, സ്തോത്രം സ്തോത്രം, രാജീവ് ഗാന്ധിയെ ബോംബെറിഞ്ഞ് കൊന്ന ആ മനുഷ്യൻ ഒടുവിൽ ശിക്ഷാകാലനിരയായപ്പോൾ താൻ 2-3 ആഴ്ചയൊക്കെ ഒരുമിച്ച് നിരാകാരമിരുന്നെന്നാണ് പറയുന്നത്. അനുതാപത്തോടെ പശ്ചാത്താപമുണ്ടായി. യൗവനത്തിൻ്റെ തിളപ്പിൽ ആരൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബോംബെറിഞ്ഞു കൊന്നു. അതൊക്കെ മാറി അവരെല്ലാം കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ജയിലിനകത്തിരിക്കുമ്പോൾ തനിക്ക് പശ്ചാത്താപം ഉണ്ടായി. വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, തോന്നുന്ന ദേഷ്യത്തിൻ്റെ തിടുക്കത്തിലൊന്നും ചെയ്യരുത്. പുറത്ത് വരാൻ വലിയ പണിയാണ്. പിന്നെ നീ തന്നെ വിചാരിക്കും, ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇങ്ങനെ അങ്ങ് നശിച്ചില്ലാതാകട്ടെ. ഇല്ല, അങ്ങനെയുള്ളവന് ചാൻസുണ്ട്. ജയിലിനകത്തായാൽ ചാൻസുണ്ട്.
വിദേശത്തായാലും ചാൻസ് ഉണ്ട്, ഒളിവിലായാലും ചാൻസ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂതലത്തിൽ എവിടെയായാലും നിനക്ക് ചാൻസ് ഉണ്ട്. എന്തു വേണം? ഞാൻ തെറ്റിപ്പോയി എന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കണം. രണ്ടാമത്തത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും ശരണപ്പെടണം. ഒരു സ്ഥലത്തും എങ്ങും പോകണ്ട, എങ്ങും പോകണ്ട. സ്തോത്രം. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങളെപ്പോലെ ഞങ്ങൾക്കിതുപോലെ ഇറങ്ങി വരാനും കൂടാനും പാടാനും കേൾക്കാനും സ്വാതന്ത്ര്യമില്ല. ഓക്കെ, സ്തോത്രം. ഈ ചുരുക്കം ചിലരോട് ഞാൻ ചോദിച്ചിട്ടുള്ളത്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മുതിർന്ന പിള്ളേർ ആൺകുട്ടികൾ പെൺകുട്ടികളുമായും, അല്ല ഇനി പെൺകുട്ടികൾ ആൺകുട്ടികളുമായി പ്രണയിക്കാറുണ്ടല്ലോ. ചില വർഷങ്ങൾ എന്നിട്ട് അവരത് സൂക്ഷിക്കാറുണ്ടല്ലോ. അത് കഴിഞ്ഞ് പഠനത്തിലൊക്കെ കഴിഞ്ഞ് വിവാഹപ്രായമായി കഴിയുമ്പോൾ അവർ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കാറുണ്ടല്ലോ. അപ്പോഴെല്ലാം വീട്ടുകാരറിയുന്നത്, വീട്ടുകാരോട് പറയുന്നത്. പല വർഷങ്ങളായാലും അവർ രഹസ്യമായി സൂക്ഷിക്കുന്നു. ആരും അറിഞ്ഞില്ലല്ലോ, ആരും ചോദ്യം ചെയ്തില്ലല്ലോ. അവർക്ക് പോലും അങ്ങനെ കഴിയുമെങ്കിൽ യേശുവുമായിട്ടുള്ള പാപപരിഹാര അനുഭവത്തിൽ ജീവിക്കാൻ, പ്രാപിക്കാൻ, മുന്നേറുവാൻ ആർക്കും കഴിയും. ചില നാളുകൾ ഇങ്ങനെ രഹസ്യമായി സ്വകാര്യമായി പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും കർത്താവിനോട് നന്ദി പറയുകയൊക്കെ ചെയ്ത്, ഇതിനാ നന്ദി പറയുന്നത്? അംഗവൈകല്യമില്ലാത്ത ശരീരം തന്നതിന് നന്ദി, പാർക്കാൻ കൊച്ചു വീട് തന്നതിന് നന്ദി, ലാളിക്കാൻ മക്കളെ തന്നതിന് നന്ദി, അനുഭവിക്കാൻ ആകാരം തന്നതിന് നന്ദി, ഇത്രത്തോളം വരാൻ ആരോഗ്യം സൗകര്യം തന്നതിന് നന്ദി. ഇതൊക്കെ നന്ദി പറഞ്ഞ് ദൈവമായിട്ട് രഹസ്യം എന്ന് സൂക്ഷിച്ചൂടെ? നീണ്ട വർഷങ്ങൾ സൗഖ്യമാക്കുന്ന കുളക്കരയെ കിടന്ന മനുഷ്യനോട് യേശു ചോദിച്ച ഒരു ചോദ്യം ഏത് മനുഷ്യൻ വായിച്ചാലും തോന്നും, ഇനിയും അവനെ അവമാനിച്ചത് ശരിയായില്ല. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? 38 വർഷം കാലം കിടന്ന മനുഷ്യനാണ്. എൻ്റെ വിഷയം അതല്ല. അവന് മനസ്സുണ്ടോ എന്നാണ് കർത്താവ് അന്വേഷിക്കുന്നത്. അത്രയൊന്നും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരല്ല ഈ വചനം കേൾക്കുന്നവർ, ഇത് ചിന്തിക്കുന്നവർ. ഒരൊറ്റ അന്വേഷണം കർത്താവിനുള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? നിൻ്റെ എല്ലാ തടസ്സങ്ങളെയും നിന്നേക്കാൾ കൂടുതൽ കൃത്യമറിയാവുന്ന, വ്യക്തമായിട്ട് അറിയാവുന്ന ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ആ കർത്താവ് നിന്നെ വിടുവിക്കുകയും ചെയ്യും. സംശയം വേണ്ട. 100 കണക്കിന് കുടുംബങ്ങൾ ഒരു വ്യക്തി മുമ്പോട്ട് നിന്നപ്പോൾ ക്രമേണ ആ വ്യക്തിയിൽ കൂടെ കയറിയ സമാധാനം, ചൈതന്യം, സ്വസ്ഥത, ദൈവകൃപ അവർ പാർക്കുന്ന വീട്ടിൽ ഉണ്ടായപ്പോൾ ആ കുടുംബം വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? കുടുംബമായി വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. 7 മക്കളുള്ള കുടുംബത്തിലെ 7ാമത്തെ ആളായ ഞാൻ ഒറ്റയ്ക്ക് കുടുംബമായിട്ട് ഇറങ്ങിയപ്പോൾ ബാക്കി 6 കുടുംബങ്ങളും അപ്പുറം നിൽക്കുമ്പോൾ അവരെല്ലാം അപലപിക്കുകയും വഴക്ക് പറയുകയും ചെയ്തിട്ടും ഞാൻ പിന്മാറാതെ നിന്നത് ഒറ്റ കാരണത്താൽ 7 കുടുംബത്തിൽ നിന്നും ബാക്കിയുള്ള 6 കുടുംബത്തിൽ നിന്ന് ആൾക്കാർ ദൈവ കൃപയിലേക്ക് വന്നിട്ടുണ്ട്, ഈ വിശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്ക് വന്നിട്ടുണ്ട്. ഉണ്ട്. അത് ഞങ്ങൾ അതിൽ ബലപ്പെട്ട് ഉറച്ചു നിൽക്കാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഒറ്റയ്ക്കാണെങ്കിലും ദൈവ സാന്നിധ്യം അവിടെ വരും. യേശു ശിഷ്യന്മാരെ 35 ടീമായി 70 പേരെ അയക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ആ വീട്ടിന് സമാധാനമെന്ന് പറയണം. ഒരു സമാധാനപുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവന്മേൽ വസിക്കട്ടെ, ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോരട്ടെ. ഒരു സമാധാനപുത്രൻ ഉണ്ടായിരുന്നു എന്നങ്ങ് വിചാരിക്കുക നിങ്ങൾ. ഇവരുടെ സമാധാനം അങ്ങോട്ട് ചെന്നപ്പോൾ ദൈവിക സമാധാനം അവിടെ ചെന്നത്.
ദൈവസമാധാനം ചുമ്മാ അടങ്ങി പാർക്കുന്ന കിടന്നുറങ്ങുന്നതല്ല. അതിന് ഒരു 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 ജമ്പിങ്ങുണ്ട്, അതിനൊരു ലഹരിയുണ്ട്, അതിനൊരു വ്യാപനമുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും, ക്രമേണ വ്യാപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ വീട്ടിലെന്തെങ്കിലും ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഈ കക്ഷിയോട് പറയുകയും അങ്ങനെ അവർ കർത്താവിലേക്ക് വരികയും ചെയ്യും. പറഞ്ഞതിൻ്റെ താല്പര്യം എനിക്ക് സൗകര്യം ആകുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തടി ഊരുന്ന ആ ഒഴിവ് കഴിവ് ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ തേടുവാൻ മനസ്സുണ്ടോ? 38 വർഷക്കാലം കിടന്ന പക്ഷപാത രോഗിയോട് യേശു പറഞ്ഞു, മനസ്സുണ്ടോ? കർത്താവേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആളില്ല. യേശു പറഞ്ഞു, നീ കിടക്കെടുത്ത് നടക്കുക. 38 വർഷക്കാലം കിടന്ന കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ നീ ആരായിരുന്നുവെന്നും ഇപ്പോൾ നീ ആരായിരിക്കുന്നുവെന്നും കാരണം എന്താകുന്നെന്നും ലോകം അറിയട്ടെ. വീട്ടുകാർ, ദേശക്കാർ, കുടുംബക്കാർ, വ്യക്തികൾ അറിയട്ടെ, സ്നേഹിതർ അറിയട്ടെ, പരിചയക്കാർ അറിയട്ടെ. സ്തോത്രം. മനസ്സില്ലാതെ അവരെയും പഴിയാരി ഇപ്പോൾ നമുക്ക് തടി തപ്പാം. പക്ഷേ താമസം വിന പിടി വീഴുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അവസരം കഴിയും. സഭ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസരം കുറയും. അതുകൊണ്ട് അതിനിപ്പം വിഷയമല്ല, അത് പിന്നാലെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 19:24. പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 19:24 ഒന്ന് വായിച്ചാൽ. യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്ക്, പ്രദേശത്തിന് മുഴുവനും, ആ പട്ടണങ്ങളുടെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ആ പട്ടണത്തിന് ഉന്മൂലനാശം വരുത്തി. ആ സമയത്ത് അവിടെ നിന്ന് മോചിതരായ ലോത്തിനും ഭാര്യയ്ക്കും മക്കൾക്കും രക്ഷ കിട്ടി. പക്ഷേ ആ മക്കൾക്ക് വിവാഹനിശ്ചയം ചെയ്തിരുന്ന 2 ചെറുപ്പക്കാരായവർക്ക് രക്ഷ കിട്ടിയില്ല. അവർ പറഞ്ഞു, അപ്പൻ കളി പറയുന്നെന്ന് പറഞ്ഞ മക്കൾ ഇപ്പോൾ ചാവുകടലിൽ അവരുടെ അസ്ഥികൂടം കാണാം എന്ന് വിചാരിക്കാം. കാരണം ഈ തീക്കകത്ത് അവർ വെന്തുപോയി. അവസരം കിട്ടിയത് നഷ്ടപ്പെടുത്തി. യേശു പറഞ്ഞു, ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ, നോഹയുടെ കാലം ഓർത്തുകൊള്ളുവീൻ. ഇതുപോലെ ആയിരിക്കും എൻ്റെ വരവിൻ്റെ കാലത്ത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഈ വചനം കേട്ടവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവേ, അങ്ങയുടെ ജനത്തിന് അങ്ങേ അറിയാൻ കൃപ നൽകണമേ. അവരുടെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അറിയാൻ നീ അവരെ കണ്ണ് തുറക്കണമേ, അവരുടെ ഹൃദയം തുറക്കണമേ, അവരുടെ ബുദ്ധി തുറക്കണമേ. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി അവരെ വേർതിരിക്കണമേ. ഒരാൾ പോലും നഷ്ടപ്പെടരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ഭാരത രാജ്യത്തിലെ ജനത്തിന് വേണ്ടി, കർത്താവേ, കേരള സംസ്ഥാനത്തെ ജനത്തിന് വേണ്ടി, ഞങ്ങൾ പാർക്കുന്ന പഞ്ചായത്തിലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിരിക്കുന്ന കർത്താവേ, ഇന്ന് പകലിൽ ഈ TV മുഖാന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മേൽ ആ ജനത്തെ വിടുവിക്കാൻ പ്രസാദമായിട്ട് അവർക്ക് മറുപടി നൽകണമേ. അവരെ രക്ഷിക്കണമേ. അങ്ങയുടെ രാജ്യത്തിൻ്റെ പങ്കാളികളും പ്രജകളുമാക്കണമേ. ജീവപുസ്തകത്തിൽ പേരെഴുതണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.